സുഹൃത്തെ അകത്തേക്ക് കയറുവാ. എവിടെയോ നല്ല നല്ല പരിചയം. എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല എനിക്ക് അങ്ങോട്ട്. നല്ല മീൻപുറത്തെ മണം. കിട്ടുന്നില്ലേ? ഇല്ല. മൂക്കടപ്പുണ്ട്, ചെറിയ മൂക്കടപ്പുണ്ട്. ജലദോഷം. ഡോള് നല്ലതാണ് കേട്ടോ. ഡോള്. സുഹൃത്തേ, ബസ് സ്റ്റോപ്പ് അല്ലേ ഇത്? അതെ, ബസ് സ്റ്റോപ്പ്. ഇത് സ്റ്റുഡിയോ അല്ലേ? ഇത് സ്റ്റുഡിയോ. ഈ സ്റ്റുഡിയോയുടെ മുന്നിലുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നും കൊട്ടാരക്കര വരെ പോകാൻ എത്ര രൂപയാകും? പിന്നെ ഇവിടുന്ന് ബസ്സിനകത്ത് പോകാനാണെങ്കിൽ ഒരു 20 രൂപയാവും. 20 രൂപയാവും? 20 രൂപ. അവിടെ ചെന്നിട്ടൊരു മീൻ വറുത്ത ഊണും കൂടെ വാങ്ങിച്ചാലോ? 70 രൂപ. 70, 20, 90. ഒരു ചായ കൂടി ആയാൽ 10 രൂപ. 100 രൂപയാകും. 100 രൂപ ആവും. ആ പൈസ നിങ്ങൾ എനിക്ക് തരണം. ഞാൻ എന്തിനു നിങ്ങൾക്ക് പൈസ തരണം? നമ്മൾ സുഹൃത്തുക്കളല്ലേ? എങ്ങനെ സുഹൃത്തുക്കൾ? കുറച്ചുമ്പ് നമ്മൾ സംസാരിച്ചില്ലേ? അതിന് നിങ്ങളെ എനിക്ക് അറിയത്തില്ലല്ലോ. സുഹൃത്തെ, എന്റെ കൈ ഇല്ലാത്തതുകൊണ്ടല്ലേ താങ്കളോട് ചോദിച്ചത്. ഫോൺ എവിടെ കിടന്ന് കളിക്കാതെ. എന്റെ സുഹൃത്തെ, നിങ്ങൾ എനിക്ക് പൈസ തന്നില്ലെങ്കിൽ ഈ മഴ മുഴുവൻ ഞാൻ നനയേണ്ടി വരും. എനിക്കെന്ത്? മഴ നനഞ്ഞാ പനി വരില്ലേ? വരും. പനി വന്നാൽ ഹോസ്പിറ്റലിൽ പോണ്ടേ? പോണം. ഹോസ്പിറ്റലിൽ ബില്ലാവതില്ലേ? ആവും. ആ പൈസ മുഴുവൻ താൻ അടയ്ക്കേണ്ടി വരും. എത്ര വേണമെന്ന് പറഞ്ഞേ? 100. ഒരു കാര്യം ചെയ്യും, ഓരോ വയ്യാവയിൽ കയറി വരും. 100 200 ഉണ്ട്. ചില്ലറ ഒന്നും വേണ്ട, വെച്ചോ. അല്ല, അതല്ല, ആ ചില്ലറ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ബസ്സിൽ കൊടുക്കായിരുന്നല്ലോ. ഈ പൈസ കയ്യിലിരുന്നേനെ. സുഹൃത്തെ, തൊട്ടടുത്ത് ബസ് സ്റ്റോപ്പ് ഇതല്ലാതെ വേറെ എവിടെ ഉണ്ട്? 1 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. വളരെ ഉപകാരം. എനിക്ക്. ഓഹോ, പലതരത്തിലുള്ള തെണ്ടികളെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ വെറൈറ്റി തെണ്ടി ആദ്യമായിട്ടാണ് കാണുന്നത്. അവ എന്നെ പറ്റിക്കാൻ വന്നേക്കുന്നു. അവൻ വല്ല ആശുപത്രിയിലെങ്ങാണായിരുന്നു എത്ര രൂപ ഞാൻ കൊടുക്കേണ്ടി വന്നതാണ്. ഇതാകുമ്പോൾ 200 രൂപയിൽ ഒതുങ്ങി മണ്ട. 1 കിലോമീറ്റർ കൂടെ പോയാൽ അടുത്ത ബസ് സ്റ്റോപ്പ്. ഇനി അങ്ങോട്ട് പോകാം.